ഹായ് ഫ്രണ്ട്സ്, ഈസി PSC സ്റ്റഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 50 ഇമ്പോർട്ടൻ്റ് സെലക്റ്റഡ് സൈക്കോളജി ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ LP എക്സാമിലേക്ക് കടന്നു വരികയാണല്ലേ. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആദ്യം ടെൻഷനൊക്കെ ഒന്നും വേണ്ട. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും മനസ്സ് ശാന്തമായി വെക്കാനുമുള്ള ദിവസങ്ങളാണിനി. അപ്പോൾ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിയിൽ അന്തർലീനമായിരുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ്. എന്താണ്? വ്യക്തിയിൽ അന്തർലീനമായിരുന്ന സ്വഭാവ സവിശേഷതകളുടെ അനാവരണമാണ് പരിപക്വത അല്ലെങ്കിൽ മച്യൂരിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വികസനത്തിലെ വിവിധ ഘട്ടത്തിലെ വികസനമുഖ പ്രവർത്തികളുടെ ഒരു മാതൃക ആവിഷ്കരിച്ചത്. വികസനത്തിലെ വിവിധ ഘട്ടത്തിലെ വികസനോന്മുഖ പ്രവർത്തികളുടെ ഒരു മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? ഹാവിഗസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രധാനമായ സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ് ഏത് മനഃശാസ്ത്ര ചിന്താധാരയ്ക്കാണ് പിന്തുണയേകിയത്? സ്റ്റുപ്പിഡ് ചിക്കൻ എക്സ്പെരിമെന്റ് ഏത് മനഃശാസ്ത്ര ചിന്താധാരയ്ക്കാണ് പിന്തുണയേകിയത്? സമഗ്രവാദം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവാര്? എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവാര്? ഡേവിഡ് അലൻ കോൾബ്. ഡേവിഡ് അലൻ കോൾബാണ് എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന പുസ്തകത്തിന്റെ കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ്? കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവ് ഉണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ജ്ഞാനനിർമ്മിതിവാദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം. ഒരു പ്രതിഭാസത്തിന്റെ സമഗ്രമായ അനുഭവമാണ് പ്രത്യക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ, വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. 4 പായാണ്. അതായത് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൈമറി ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പ്രൈമറി ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അമൂർത്തത കുറയ്ക്കുന്നതിന്. അപ്പോൾ പ്രൈമറി ക്ലാസ്സിൽ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാന ഉദ്ദേശം എന്താണ്? അമൂർത്തത കുറയ്ക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രക്രിയയോടൊപ്പം നിരന്തരം വിലയിരുത്തി മുന്നേറുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലത്തെയാണ് സൂചിപ്പിക്കുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. അതായത് പഠന പ്രക്രിയയോടൊപ്പം നിരന്തരം വിലയിരുത്തി മുന്നേറുന്നത് വിലയിരുത്തലിൻ്റെ ഏത് തലത്തെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ പഠനത്തിനായുള്ള വിലയിരുത്തലിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുകയും ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സാൻമാർഗിക ബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടമേത്? അതായത് ലോറൻസ് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുകയും ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സാൻമാർഗിക ബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടമാണ്
യഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം രചിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പൊരുത്തപ്പെടലിൻ്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം. പൊരുത്തപ്പെടലിൻ്റെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. അടുത്ത ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസ പ്രക്രിയയിൽ 3 എച്ചുകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? വിദ്യാഭ്യാസ പ്രക്രിയയിൽ 3 എച്ചുകൾ, അതായത് ഹെഡ്, ഹേർട്ട്, ഹാൻഡ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്റ്റലോസി. അടുത്ത ക്വസ്റ്റ്യൻ. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേർപ്പെട്ടും സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ടും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സമായോജന ക്രിയാതന്ത്രം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതായത് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലേർപ്പെട്ടും സാമൂഹിക അംഗീകാരമുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ടും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സമായോജന ക്രിയാതന്ത്രം എന്ത് പേരിൽ അറിയപ്പെടുന്നു? യുക്തീകരണം അല്ലെങ്കിൽ റേഷണലിസം. അടുത്ത ക്വസ്റ്റ്യൻ. നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയിൽ പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തണമെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന രീതിയിൽ പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തണമെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജെറോം എസ് ബ്രൂണർ. അടുത്ത ക്വസ്റ്റ്യൻ. മാനവികതാവാദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ത്? മാനവികതാവാദത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് ആത്മസാക്ഷാത്കാരം. അടുത്ത ക്വസ്റ്റ്യൻ. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം. പ്രായപൂർത്തി ആയ കാലഘട്ടമാണ് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ. അനുഭവാധിഷ്ഠിത പഠനചക്രത്തിലെ 4 പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അതായത് എക്സ്പെരിമെൻ്റൽ ലേണിംഗ് സൈക്കിളിലെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? മൂർത്താനുഭവങ്ങൾ, പ്രതിഫലനാത്മക നിരീക്ഷണം, അമൂർത്താശയ രൂപവൽക്കരണം, സജീവ പരീക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധിക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നീ സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചത് ആരാണ്? ബുദ്ധിക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നീ സുപ്രധാന ഘടകങ്ങൾ ഉണ്ടെന്ന വാദം മുന്നോട്ട് വെച്ചത് റെയ്മണ്ട് കാറ്റലാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈസർഗികമായി ലഭിക്കുന്നതും യുക്തിചിന്തനത്തിന് സഹായിക്കുന്നതും ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടതുമായ ബുദ്ധിയുടെ ഘടകമാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. അതെന്താണെന്ന് നോക്കാം. ഈ ബുദ്ധി വിഭജന സിദ്ധാന്തം, അതായത് 2 ക്ലസ്റ്റർ തിയറി ഓഫ് ഇൻ്റലിജൻസ് എന്നും പറയാം ഇതിനെ, 1963 റെയ്മണ്ട് കാറ്റിൽ മുന്നോട്ട് വെച്ച ബുദ്ധി സിദ്ധാന്തമാണ് ബുദ്ധി വിഭജന സിദ്ധാന്തം അല്ലെങ്കിൽ 2 ക്ലസ്റ്റർ തിയറി ഓഫ് ഇൻ്റലിജൻസ്. വൈജ്ഞാനിക പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിയെ 2ആയി വിഭജിക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിലൊന്നാണ് ദ്രവബുദ്ധി അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്. രണ്ടാമത്തേതാണ് ഹരബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ദ്രവബുദ്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനെ GF എന്ന് വിളിച്ചു. G എന്ന് പറഞ്ഞാൽ പൊതുഘടകം, F എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്. വ്യക്തിയിൽ സ്വതവേ അന്തർലീനവും സാമാന്യവുമായി നിലനിൽക്കുന്നതുമായ ബുദ്ധിയാണ് ദ്രവബുദ്ധി. യുക്തിചിന്തനത്തിനുള്ള കഴിവ്, അയവോടെ ചിന്തിക്കാനുള്ള കഴിവ്, ഓർമ്മ, തിരിച്ചറിയൽ, കണ്ടെത്തൽ, വിശകലനം, അപഗ്രഥനം, നിഗമനത്തിൽ എത്തിച്ചേരൽ, പ്രശ്നപരിഹരണം
എന്നിവയൊക്കെ ഈ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ദ്രവബുദ്ധിയാണ്. അപ്പോൾ ഹരബുദ്ധിനെ എന്താണ് പറയണത്? ഹരബുദ്ധിനെ കാറ്റിൽ എന്താ വിളിച്ചത്? GC എന്ന് വിളിച്ചു. G എന്നത് പൊതുഘടകവും C എന്നത് ക്രിസ്റ്റലൈസ്ഡും ആണ്. അറിവുകൾ സ്വാംശീകരിക്കൽ, വസ്തുതകളും നൈപുണികളും നേടിയെടുക്കൽ, ആർജിച്ച അറിവുകൾ സന്ദർഭോചിതമായി പ്രയോജനപ്പെടുത്തൽ എന്നിവയൊക്കെയാണ് ഹരബുദ്ധിയിൽ പെടുന്നത്. ബുദ്ധിവിഭജന സിദ്ധാന്തം. ദ്രവബുദ്ധിയിൽ ഉള്ള പ്രധാന പ്രത്യേകതകൾ: നിലവിലെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു, പ്രായം കൂടുന്തോറും കുറയുന്നു. ദ്രവബുദ്ധി നിലവിലെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നു, പ്രായം കൂടുന്തോറും കുറയുന്നു. ഇനി ഹരബുദ്ധി നേരത്തെ ആർജിച്ച അറിവിനെ അടിസ്ഥാനമാക്കുന്നു, പഠിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള നൈപുണിയിലും വസ്തുതകൾ ഓർത്തെടുക്കാനുള്ള കഴിവിലും അടിസ്ഥാനമാക്കുന്നു, പ്രായത്തോടൊപ്പം വർദ്ധിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസിന് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ശരിയായോ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരുന്നാലാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനടിസ്ഥാനമാക്കി 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കാറ്റിലിൻ്റെ അഭിപ്രായത്തിൽ ആശയങ്ങൾ രൂപീകരിക്കൽ, സമാനതകൾ തിരിച്ചറിയൽ എന്നിവ ഏതുതരം ബുദ്ധിയുടെ സവിശേഷതകളാണ്? കാറ്റിലിൻ്റെ അഭിപ്രായത്തിൽ ആശയങ്ങൾ രൂപീകരിക്കൽ, സമാനതകൾ തിരിച്ചറിയൽ എന്നിവ ഏതുതരം ബുദ്ധിയുടെ സവിശേഷതകളാണ്? ദ്രവബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1. ദ്രവബുദ്ധി യൗവന ആരംഭത്തോടെ ഉച്ചസ്ഥായിയിലെത്തുന്നു. അടുത്തത്: ഹരബുദ്ധി ജീവിതത്തിലുടനീളം വർദ്ധിക്കുന്നു. ഇവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഏതാണ്? ഇവ രണ്ടും ശരിയാണ്. ദ്രവബുദ്ധി യൗവന ആരംഭത്തോടെ ഉച്ചസ്ഥായിയിലെത്തും, ഹരബുദ്ധി ജീവിതത്തിലുടനീളം വർദ്ധിക്കുന്നു. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ: പിയാഷെയുടെ വികസന ഘട്ടങ്ങളിൽ കുട്ടികളിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കുന്നതിനുമുള്ള കഴിവ് വളർന്നു വരുന്ന ഘട്ടം ഏതാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടം. അടുത്തത്: ജെറോം എസ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഭാഷ ഉപയോഗിച്ച് ആശയം വ്യക്തമാക്കുന്ന ആശയ രൂപവൽക്കരണ ഘട്ടം ഏതാണ്? പ്രതീക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ: പഠന നിയമത്രയങ്ങൾ ഏതെല്ലാം? ഫലനിയമം, ആവർത്തന നിയമം, സന്നദ്ധതാ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ: പഠന നിയമത്രയങ്ങൾ ഏത് മനഃശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? E.L. തോണ്ടേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഉൾപ്പെടുന്ന നിയമങ്ങൾ ഏതെല്ലാം? സമ്പൂർണ്ണ നിയമം, സാമ്യതാ നിയമം, സാമീപ്യ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ: വായനാ പരിശീലനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ലീവ് വൈഗോസ്കി മുന്നോട്ട് വെച്ച ബോധന തന്ത്രം ഏതാണ്? പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ: മനോവിശ്ലേഷണ കൗൺസിലിംഗ് സമീപനം ആരുടെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. കൗൺസിലിംഗ് കേന്ദ്രീകൃത സമീപനം ആരുടെയാണ്? കാൾ റോജേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ: 8 വയസ്സിൽ നീന്തൽ പഠിച്ച കുട്ടിക്ക് പിന്നീട് നീന്തുന്നതിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം അബദ്ധത്തിൽ പുഴയിൽ വീണപ്പോൾ നീന്തിക്കയറാൻ കഴിഞ്ഞു.
ഇതിനെ ഏത് തരം ഓർമ്മയുമായി ബന്ധപ്പെടുത്താം? പ്രതിക്രിയാപരമായ ഓർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്? സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് മനോവിശ്ലേഷണ കൗൺസിലിംഗ് സമീപനത്തിൻ്റെയും വക്താവാണ്. അടുത്തത്. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? റുഡോൾഫ് ജിയോക്കൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, മനഃശാസ്ത്ര പരീക്ഷണത്തിൻ്റെ പിതാവ്, ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത്? ഇവയെല്ലാം ആരാണ്? മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, മനഃശാസ്ത്ര പരീക്ഷണത്തിൻ്റെ പിതാവ്, ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത്. ഇവ മൂന്നിൻ്റെയും പിതാവ് ആരാണ്? വില്യം വൂണ്ടാണ്. മനഃശാസ്ത്ര പരീക്ഷണശാല 1879 ലിപ്സിങ്ങിലാണ് ആരംഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പാവ്ലോവിൻ്റെ പരീക്ഷണം ഏത് ജീവിയിലായിരുന്നു? പാവ്ലോവിൻ്റെ പരീക്ഷണം ഏത് ജീവിയിലായിരുന്നു? എലി. അടുത്ത ക്വസ്റ്റ്യൻ. പ്രചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് ആരാണ്? പാവ്ലോവ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഹാരം കൊടുക്കാതെ മണിയടിക്കാൻ മാത്രം ചെയ്തു ഉമിനീർ സ്രാവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നത്? അതായത് ആഹാരം കൊടുക്കാതെ മണിയടിക്കൽ മാത്രം ചെയ്ത് ഉമിനീർ സ്രാവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതിന് എന്ത് പറയാം? വിലോപം എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. അനുബന്ധത്തിൻ്റെ ആദ്യപടി എന്താണ്? ചോദകമാണ് അനുബന്ധത്തിൻ്റെ ആദ്യപടി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഉത്തരം ഏതാണ്? അനുബന്ധ സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ. രവി അയൽവാസിയുടെ ഗേറ്റ് തുറന്നപ്പോൾ നായയെ കണ്ട് പേടിച്ചു. പിന്നീട് ഏത് ഗേറ്റ് തുറക്കുമ്പോഴും രവിക്ക് പേടിയുണ്ടാകും. രവിക്ക് ഗേറ്റിനോടുള്ള പേടി എന്താണ്? അനുബന്ധിത പ്രതികരണം. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടീഷൻ റിഫ്ലക്സ് ആരുടെ ഗ്രന്ഥമാണ്? പാവ്ലോവിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ. ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏതാണ്? ക്ലാസിക്കൽ അനുബന്ധം. അടുത്ത ക്വസ്റ്റ്യൻ. മണിയോടുള്ള പ്രതികരണമായി നായയുടെ ഉമിനീർ എന്താണ്? അനുബന്ധനം ചെയ്ത പ്രതികരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം ഏതാണ്? ഓപ്ഷൻ ഡി. പൂച്ചയെ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുന്നു. അതാണ് ഒരു കുട്ടി പൂച്ചയെ ഭയപ്പെടുന്നതിൻ്റെ പരിഹരിക്കാൻ സ്വീകരിക്കാവുന്ന ഉചിതമായ മാർഗം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചോദകങ്ങളുടെ സാമാന്യവൽക്കരണ നിയമത്തിന് ഉദാഹരണമായത്? ഓപ്ഷൻ എ. പോലീസിനെ ഭയപ്പെടുന്ന കുട്ടി കാക്കി വസ്ത്രം ധരിക്കുന്ന ആരെ കണ്ടാലും ഭയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രകൃതിവാദത്തിൻ്റെ വക്താവ്? റൂസോയാണ് പ്രകൃതിവാദത്തിൻ്റെ വക്താവ്. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന സന്ദേശം നൽകിയത് റൂസോ. നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന ആശയം അവതരിപ്പിച്ചത് റൂസോ. അപ്പോൾ ഈ മൂന്നും റൂസോയാണ്. പ്രകൃതിവാദത്തിൻ്റെ വക്താവ്, പ്രകൃതിയിലേക്ക് മടങ്ങുക, നെഗറ്റീവ് വിദ്യാഭ്യാസം. നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി കുട്ടിയെ പഠിക്കാൻ വിടുകയും അധ്യാപകർ മാറി നിന്ന് നിരീക്ഷിക്കുകയും കുട്ടി തെറ്റിലേക്ക് പോകുമ്പോൾ ഇടപെട്ട് ശരിയായ ദിശയിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് നെഗറ്റീവ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത.
അടുത്ത ക്വസ്റ്റ്യൻ. ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാം നന്മയുള്ളതാണ്, പക്ഷേ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അവ മോശമാവുന്നു. ഇത് പറഞ്ഞത് ആരാണ്? റൂസോ. 6 വയസ്സുവരെയെങ്കിലും കുട്ടികളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരാണ്? അതും റൂസോയാണ്. കുട്ടി പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എപ്പോഴും അവൻ ചങ്ങലയ്ക്ക് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. ആദ്യമായി നിങ്ങൾ കുട്ടികളെ സമ്പൂർണ്ണമായി പഠിക്കുക, എന്തെന്നാൽ നിങ്ങൾ അവരെ പറ്റി തീർത്തും അജ്ഞരാണ് എന്ന് പറഞ്ഞതും റൂസോയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? നിരന്തരം വീഡിയോകൾ കാണിക്കണം എന്നുള്ളത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ബാക്കി ശരിയായത് ഏതെല്ലാമാണ്? ചെറിയ വീഡിയോ ആയിരിക്കണം, നേരനുഭവങ്ങൾക്ക് സാധ്യത ഇല്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അടുത്തത്, ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങളും വേണം. ഈ 3ഉം ശരിയായതാണ്. ശരിയല്ലാത്തത് നിരന്തരം വീഡിയോകൾ കാണിക്കണം എന്നുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു LP സ്കൂൾ ക്ലാസ്സിൽ പുതിയ ഒരു പാഠഭാഗം ആദ്യം പഠിപ്പിക്കുമ്പോൾ ടീച്ചർ സ്വീകരിക്കേണ്ട പ്രബലന രീതി ഏതാണ്? തുടർ പ്രബലനം. അടുത്തത്, പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഡിസ്ലെക്സിയ. ബാക്കി 3ഉം വൈകല്യത്തിൽ പെടാത്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധിമാപനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആൻസർ ഫ്രാൻസിസ് ഗാൾട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൽഫ്രഡ് ബിനെയാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ തമ്മിൽ ആൻസറുകൾ തമ്മിൽ മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ. കാലിക വയസ്സ് 10ഉം മാനസിക വയസ്സ് 12ഉം ഉള്ള കുട്ടിയുടെ ബുദ്ധിമാനം എത്ര? അത് കാണാനുള്ള ഇക്വേഷനാണ് MA × CA ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 12 × 10 ഡിവൈഡഡ് ബൈ 100 = 120. അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ 120 ആണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.